പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ അനസ്തെറ്റിക്സിനെ കുറിച്ചിട്ടാണ്. ജനറൽ അനസ്തെറ്റിക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. അത് CNS ഡിപ്രസൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ജനറൽ അനസ്തെറ്റിക്സ് നമ്മുടെ ബോഡിയിലേക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പം നമ്മളുടെ കോൺഷ്യസ്നെസ് നഷ്ടമാകും. പക്ഷേ ഇത് റിവേഴ്സിബിളാണ്, അതായത് നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് റീഗെയിൻ ചെയ്യാനും പറ്റും. ഈ ഏജൻസ് പേഷ്യൻറ്റിനെ അൺകോൺഷ്യസ് ആക്കുന്നു, പെയിൻ ഫീൽ ചെയ്യില്ല, ഓപ്പറേഷൻ്റെ സമയത്ത് സ്റ്റില്ലായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ്റെ സമയത്ത് സ്റ്റില്ലായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും പോസിബിൾ അല്ല, അതായത് കൈയും കാലും ഒന്നും അനക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സർജറിയുടെ സമയത്തുള്ള മെമ്മറീസും കാണില്ല. സർജറിയുടെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിക്കുന്നു അതൊന്നും നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ജനറൽ അനസ്തെറ്റിക്സ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 1 ഇൻഹലേഷണൽ അനസ്തെറ്റിക്സ്, 2 ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ്, 3 അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ്. അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സിന് നമ്മൾ ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് എന്നും പറയാറുണ്ട്. ഇൻഹലേഷൻ അനസ്തെറ്റിക്സ്. ഈ അനസ്തെറ്റിക്സ് ലങ്സിലോട്ട് ഡയറക്റ്റ്ലി ചെല്ലും. ലങ്സിനുള്ളിലെ ആൽവിയോളാർ സ്പേസിൽ നിന്ന് ബ്ലഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ അത് ഫൈനലി ബ്രെയിനിനുള്ളിൽ എത്തും. ഈ ഡ്രഗ്സ് വോളറ്റൈൽ ഇൻ നേച്ചറാണ്. 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: വോളറ്റൈൽ ലിക്വിഡ്സ്, ഗ്യാസ്. വോളറ്റൈൽ ലിക്വിഡ്സിനകത്ത് വരുന്ന കോമ്പൗണ്ട്സ് ആണ് ഹാലോതെയ്ൻ, ഐസോഫ്ലൂറൈൻ, ഡെസ്ഫ്ലൂറൈൻ, സിവോഫ്ലൂറൈൻ, ഈതർ. ഗ്യാസിനകത്ത് വരുന്ന കോമ്പൗണ്ടാണ് നൈട്രസ് ഓക്സൈഡ്. ഇൻഹലേഷൻ അനസ്തെറ്റിക്സിൽ വരുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തേതാണ് ഹാലോതെയ്ൻ. ഹാലോതെയ്നകത്ത് 2 കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബൺ ആറ്റത്തിൽ 3 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ, ഒരു ബ്രോമിൻ ആറ്റമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഹാലോതെയ്ൻ നമ്മൾ ജനറൽ അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹാലോതെയ്ൻ്റെ സിന്തസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ട്രൈക്ലോറോ ഈഥീനിൽ നിന്നാണ് ഹാലോതെയ്ൻ സിന്തസൈസ് ചെയ്യുന്നത്. ട്രൈക്ലോറോ ഈഥീനിലോത്തോട്ട് 1 മോളിക്യൂൾ HCl ആഡ് ചെയ്യും. അപ്പോൾ 2 ക്ലോറിനുള്ള കാർബണിലോത്തോട്ട് ഒരു ക്ലോറിനും കൂടെ വരും, മറ്റേ കാർബണിൽ ഒരു ഹൈഡ്രജനും കൂടെ വരും. അങ്ങനെ നമുക്ക് ടെട്രാ ക്ലോറോ ഈഥേൻ കിട്ടും. ഇനി അടുത്തത് HF വെച്ച് ഫ്ലൂറിനേഷനാണ്. അപ്പോൾ ആദ്യത്തെ കാർബണിലുള്ള ക്ലോറിനാറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫ്ലൂറിനാറ്റം കയറി വരും. അങ്ങനെ നമുക്ക് ട്രൈഫ്ലൂറോ ക്ലോറോ ഈഥേൻ കിട്ടും. ഇനി അടുത്തത് ബ്രോമിനേഷനാണ്. ബ്രോമിനേഷൻ 2nd കാർബണിലാണ് നടക്കുന്നത്. 2nd കാർബണിലുള്ള ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ബ്രോമിനാറ്റം കയറി വരും. അങ്ങനെ നമുക്ക് ഹാലോതെയ്ൻ കിട്ടും. അടുത്ത കോമ്പൗണ്ടാണ് മെത്തോക്സിഫ്ലൂറൈൻ. മെത്തോക്സിഫ്ലൂറൈൻ്റെ ആദ്യത്തെ കാർബണിൽ ഒരു ഹൈഡ്രജൻ ആറ്റം, 2 ക്ലോറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2nd കാർബണിൽ 2 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ OCH3. മെത്തോക്സിഫ്ലൂറൈൻ ഒരു ഇൻഹലേഷൻ അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മോർഫിന് പകരമായിട്ടുള്ളൊരു നോൺ ഒപ്പിയോയിഡ് ആൾട്ടർനേറ്റീവ് കൂടിയാണ്. അടുത്ത കോമ്പൗണ്ടാണ് എൻഫ്ലൂറൈൻ. എൻഫ്ലൂറൈൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർബണിൽ ഒരു H, ഒരു Cl, ഒരു F ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2nd കാർബണിൽ 2 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ OCHF2. എൻഫ്ലൂറൈനും ഒരു ഇൻഹലേഷൻ അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐസോഫ്ലൂറൈൻ്റെ സ്ട്രക്ചർ നോക്കാം. ആദ്യത്തെ കാർബണിൽ 3 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2nd കാർബണിൽ ഒരു H, ഒരു Cl അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു O, പിന്നെ CHF2. ഐസോഫ്ലൂറൈൻ ജനറൽ അനസ്തേഷ്യ ഇനിഷ്യേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വെറ്റിനറി പ്രാക്ടീസസിലാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത കോമ്പൗണ്ടാണ് ഡെസ്ഫ്ലൂറൈൻ. ഡെസ്ഫ്ലൂറൈൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർബണിൽ 3 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2nd കാർബണിൽ ഒരു H, ഒരു F, പിന്നെ OCHF2. ഡെസ്ഫ്ലൂറൈനും അനസ്തേഷ്യ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിൽഡ്രനെ അനസ്തൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. അടുത്ത കോമ്പൗണ്ടാണ് സിവോഫ്ലൂറൈൻ. സിവോഫ്ലൂറൈൻ്റെ ആദ്യത്തെ കാർബണിൽ 3 ഫ്ലൂറിൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2nd കാർബണിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു CF3 മോളിക്യൂളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു O, പിന്നെ CH2F. സിവോഫ്ലൂറൈനും ഇൻഹലേഷൻ അനസ്തെറ്റിക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സർജിക്കൽ പ്രൊസീജിയറിൽ മസിൽ റിലാക്സൻ്റ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഹലേഷൻ അനസ്തെറ്റിക്സിനെ പറ്റിയും അതിൽ വരുന്ന കോമ്പൗണ്ട്സിനെ പറ്റിയും പഠിച്ചു. അടുത്തതാണ് അൾട്രാ ഷോർട്ട് ആക്ടിങ് ബാർബിറ്റുറേറ്റ്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ്. ഇൻട്രാവീനസ് അനസ്തെറ്റിക്സിനെ വിളിക്കാനുള്ള കാരണം ഇവരുടെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബോഡിക്കുള്ളിലേക്ക് ഇവരെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻട്രാവീനസ് റൂട്ട് വഴിയാണ്.
ഇവർ റാപ്പിഡായിട്ടാണ് അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്തതിന് വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആയിരിക്കും അനസ്തേഷ്യ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമ്മൾ അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെ യൂസ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഹലേഷൻ അനസ്തെറ്റിക്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇൻട്രാവീനസ് അനസ്തെറ്റിക്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നൊരു കോമ്പൗണ്ടാണ് തയോപെൻറ്റാൽ. തയോപെൻറ്റാൽ ഒരു ബാർബിച്ചുറേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ NH, സെക്കൻഡ് പൊസിഷനിൽ ഒരു സൾഫർ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, തേർഡ് പൊസിഷനിൽ NH, ഫോർത്ത് പൊസിഷനിൽ കാർബണൈൽ ഗ്രൂപ്പ്, ഫിഫ്ത്ത് പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്. ഒന്ന് C2H5 അതായത് ഈഥൈൽ ഗ്രൂപ്പ്, രണ്ടാമത്തേത് CH, CH3, CH2, CH2, CH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. സിക്സ്ത് പൊസിഷനിലും ഒരു കാർബണൈൽ ഗ്രൂപ്പാണ്. ഇനി തയോപെൻറ്റാലിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. തയോപെൻറ്റാൽ അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കൺവെൻഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഹിപ്നോസിസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. മെത്തോഹെക്സിറ്റാലും ഒരു ബാർബിച്ചുറേറ്റ് ആണ്. മെത്തോഹെക്സിറ്റാലിൻ്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. N1 പൊസിഷനിലൊരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് പൊസിഷനിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പ്, തേർഡ് പൊസിഷനിൽ NH, ഫോർത്ത് പൊസിഷനിലും ഒരു കാർബണൈൽ ഗ്രൂപ്പ്, ഫിഫ്ത്ത് പൊസിഷനിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നിട്ടുണ്ട്. ഒന്ന് CH2 CH ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പും, രണ്ടാമത്തേത് CH CH3 C ട്രിപ്പിൾ ബോണ്ട് C CH2 CH3 ഗ്രൂപ്പുമാണ്. മെത്തോഹെക്സിറ്റാലിൻ്റെ യൂസ് നോക്കാം. അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഡീപ്പ് സെഡേഷൻ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. മെത്തോഹെക്സിറ്റാലിൻ്റെ സിന്തസിസ് ഇനി നോക്കാം. 1 ബ്യൂട്ടൈനൈൽ മഗ്നീഷ്യം ബ്രോമൈഡും അസറ്റാൽഡിഹൈഡും തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പം 1 ബ്യൂട്ടൈനൈൽ മഗ്നീഷ്യം ബ്രോമൈഡിൽ നിന്ന് മഗ്നീഷ്യം ബ്രോമൈഡ് പോയിട്ട് അവിടേക്ക് CH CH3 OH ഗ്രൂപ്പ് കയറി വരും. അതിനെ നമ്മൾ PCl5 വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ OHനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് Cl കയറി വരും. ഇനി നമ്മൾ ഇതിനെ ഈഥൈൽ സൈനോ ഇഥനോയേറ്റ് വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും CH CO C2H5 കയറി വരും. അതിനെ നമ്മൾ സോഡിയം മെത്തോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും CH2 CH ഡബിൾ ബോണ്ട് CH2 ഗ്രൂപ്പും CNും കയറി വരും. അതിലേക്ക് നമ്മൾ മീഥൈൽ യൂറിയ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ട്രീറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള മെത്തോഹെക്സിറ്റാൽ കിട്ടും. ഇനി നമുക്ക് ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ് എന്താണെന്ന് നോക്കാം. ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സ് ശരിക്കും ഒരു ജനറൽ അനസ്തേഷ്യയുടെ സ്റ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതായത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാക്കുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിലേക്ക് പോകുന്ന സെൻസറി സിഗ്നൽസിൻ്റെ ട്രാൻസ്മിഷനെ ഇൻ്റർഫിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻ്റ് എൻവയോൺമെൻറ്റിൽ നിന്ന് മെൻ്റലി ഡിറ്റാച്ച്ഡ് ആവും. ഈ ഏജൻറ്റ്സ് സൂപ്പർഫിഷ്യൽ ഓപ്പറേറ്റീവ് പ്രൊസീജിയറിലൊക്കെ അനാൾജസിയ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറലി യൂസ് ചെയ്യാറുള്ളത്, അതായത് പെയിൻ റിലീഫിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഡിസോസിയേറ്റീവ് അനസ്തെറ്റിക്സിൽ വരുന്നൊരു കോമ്പൗണ്ടാണ് കീറ്റമിൻ ഹൈഡ്രോക്ലോറൈഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ക്ലോറോബെൻസീൻ്റെ ഓട്ടോ പൊസിഷനിലോട്ടൊരു സൈക്ലോഹെക്സൈൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പൊസിഷനിൽ NHCH3 ഗ്രൂപ്പ് വരുന്നുണ്ട്. സെക്കൻഡ് പൊസിഷനിൽ ഒരു കാർബണൈൽ ഗ്രൂപ്പും വരുന്നുണ്ട്. കീറ്റമിൻ ഹൈഡ്രോക്ലോറൈഡ് നമ്മൾ മെയിനായിട്ടും അനസ്തേഷ്യ ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ഷോർട്ട് സർജിക്കൽ ഓപ്പറേഷൻസിലൊക്കെ യൂസ് ചെയ്യാറുള്ള ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് കൂടിയാണ്. ഇനി ഇതിൻ്റെ സിന്തസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർത്തോക്ലോറോബെൻസോനൈട്രൈലും സൈക്ലോപെൻറ്റൈൽ മഗ്നീഷ്യം ബ്രോമൈഡും തമ്മിൽ ഹൈഡ്രോലൈസിസ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യും. അപ്പം നമുക്ക് ഓർത്തോക്ലോറോഫിനൈൽ സൈക്ലോപെൻറ്റൈൽ കീറ്റോൺ കിട്ടും. അതിന് ബ്രോമിനേഷൻ നടക്കുമ്പം സൈക്ലോപെൻറ്റൈൻ്റെ ഫസ്റ്റ് പൊസിഷനിലോട്ട് ഒരു ബ്രോമിൻ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്യും. അതിനെ നമ്മൾ മീഥൈൽ അമീൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. മീഥൈൽ അമീൻ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കാർബണൈൽ ഗ്രൂപ്പ് മാറിയിട്ട് C ഡബിൾ ബോണ്ട് N CH3 ഗ്രൂപ്പ് വരും. അതുപോലെ സൈക്ലോപെൻറ്റൈൻ്റെ ബ്രോമിൻ മാറിയിട്ട് OH ഗ്രൂപ്പും വരും. ഇതിനെ നമ്മൾ ഇമ്യൂണോ ആൽക്കഹോൾ എന്നാണ് പറയുന്നത്. ഈ ഇമ്യൂണോ ആൽക്കഹോളിന് 1-2 ഷിഫ്റ്റ് നടന്നിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള കീറ്റമിൻ കിട്ടും.